ഹലോ ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ്. കുറച്ച് കാര്യം കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചൊന്ന് ഓപ്പാക്കാൻ നോക്കിയപ്പോൾ അടുത്ത അടി അടുത്ത് പൊട്ടും. ഒരു രക്ഷയുമില്ല, അടി നാശ വെള്ളപ്പൊക്കമാണ്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ ആദില എക്സ്പോസ്ഡ് വെരി വെൽ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഷാനവാസ് റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു ഡയലോഗാണ്. ശനിയാഴ്ച ആകട്ടെ, ലാൽ വരട്ടെ, ലാൽ വരുമ്പോൾ ഞാൻ പറയാം. ലാൽ വരുമ്പോൾ എന്തോന്ന് പറയൂ എന്നാണ് അങ്ങേര് വന്നിട്ട് പറയൂ. അത് ഷാനവാസ് എഴുന്നേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കാണെങ്കിൽ ഒരു ഡെമോ കാണിക്കാം, അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് ഷാനവാസ്. അതായത് നെവീൻ എന്ത് ചെയ്തു, നെവീൻ എൻ്റെ അടുത്ത് എന്ത് ചെയ്തു, നെവീൻ നിന്നെ കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം, ഞാൻ കെട്ടിപ്പിടിപ്പിക്കുമല്ലോ നെവനെ, ഞാൻ എൻ്റെ കൂടെ കെട്ടിക്കിടത്തുമല്ലോ, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കൊപ്പം വേണമെങ്കിലും കെട്ടിക്കിടത്തുമല്ലോ, എന്താ പ്രശ്നം? പ്രോഗ്രസീവ് തോട്ട് ഇല്ല നിനക്ക്? പ്രോഗ്രസീവ് തോട്ട് എന്താണെന്ന് നിനക്ക് അറിയത്തില്ല? നീ എവിടെയാണ് ജീവിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, എന്താണ് നീ ചെയ്യുന്നത്? അല്ലേട്ടാ, എനിക്ക് ഒരു അല്പ സ്പേസ് എരിഞ്ഞ ഒരു കാര്യം പറയാനായിട്ട്. എന്താ പറ കേക്കട്ടെ. ആദില എന്ത് ചെയ്തു? ആദിലയ്ക്ക് എന്താണ് പ്രശ്നം? ആദില എന്താ കുഴപ്പം? ആദിലയ്ക്ക് ആരാണ് കുഴപ്പം? ആദില എന്താ പ്രശ്നം? ആദിലെ ഞാൻ വീട്ടിൽ കയറ്റുമല്ലോ, ഞാൻ എൻ്റെ ഒപ്പം കെട്ടിക്കിടത്തുമല്ലോ, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കെട്ടിക്കിടത്തുമല്ലോ, എന്താ പ്രശ്നം? ആദിലയ്ക്ക് എന്താ പ്രശ്നം? എൻ്റെ പൊന്നു ഷാനവാസ്, ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തിനാ വെറുതെ? സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് വാഴ വന്നിട്ട് വാഴത്തോപ്പിനെ പറ്റിയും വാഴത്തോട്ടത്തിനെ പറ്റിയും എത്ര വാഴക്കൊല വെട്ടാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ പുട്ടിന് പീരിടുന്നതാണ് ഒരു പറച്ചിൽ പറയും. പ്രോഗ്രസീവ് ചിന്ത ഒരു പ്രത്യേകതരം ചിന്തയാണത്, പ്രോഗ്രസീവ്. ഈ ഒരു കമ്മ്യൂണിറ്റിയെ എക്സ്പോസ് ചെയ്യാൻ ഉപകരിച്ച ഒരു ഷോ എന്ന നിലയിൽ ഞാൻ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനോട് എൻ്റെ വളരെ വിനീതപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്നാ നിങ്ങൾ സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ചൂപ്പറ എന്താണെന്നറിയാമോ? ഈ ഒരു വിഭാഗത്തിൻ്റെ മൈനസ് പോയിന്റ് ഉണ്ട്, നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ഒളിച്ചു വെക്കാൻ ഒരു കള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ശ്രമം ഇങ്ങനെ എക്സ്പോസ് ആയി പോകുന്നത് വളരെ കൃതാർത്ഥയാണ്. എന്താണ് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പൊതുസമൂഹം മടിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ബിഗ് ബോസ്. സോ ഈച്ച് ആൻഡ് എവറി വൺ എൻ്റെ വായ്ത്താളം മാത്രം കേൾക്കാതെ അത് പോയി കാണുക കേട്ടോ. നിങ്ങൾ കാണണം, അവർക്ക് തിരുപ്പി റേറ്റിംഗ് ഒക്കെ കിട്ടിക്കോട്ടെ. നമ്മളെ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ എന്താക്കാനാണ്? വിഷയത്തിലേക്ക് വരാം. അക്ബറും ഷാനവാസിനെ തെറി വിളിച്ച അഭിലാഷിന് എൻ്റെ നടുവിരൽ നമസ്കാരം. സാധാരണക്കാരനായ അംഗവൈകല്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് ഭയങ്കര ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ നോക്കിയിട്ട് പട്ടി എന്നൊക്കെ വിളിക്കാൻ നമുക്ക് നാണമില്ല കേട്ടോ. അനിപ്പോനും അവിടെ നിന്നൊരു എക്സ്പ്ലനേഷൻ വരും, ചെന്നായയോട് ഉപമിച്ചു എന്നാണ്. ഉപമയാണോ? നിന്നെ ചെന്നായ എന്ന് പറഞ്ഞില്ലല്ലോ, ഉപമിച്ചതാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ, അതൊരു ഉപമ മാത്രമാണ്. അതായത് ക്രൗര്യം നിറഞ്ഞ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് നിറഞ്ഞ ഒരു മുഖം നിനക്കുണ്ടെന്നും നീ ആട്ടിൻകുട്ടിയെ പോലെ പ്യുവർ ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡയറക്റ്റ് നിന്നെയൊന്നും ചെന്നായ എന്നല്ല പറഞ്ഞത്. പക്ഷെ നീ അയാളെ ഡയറക്റ്റ് വിളിക്കുകയാണ് പട്ടി എന്ന്. പട്ടിയുടെ വാല്യൂ മാത്രമേ നിനക്ക് ഞാനും തരുന്നുള്ളൂ അഭിലാഷേ, അത്രയേ ഉള്ളൂ. നീ എന്ന നികൃഷ്ട ജന്മത്തിന് ഒരു 100 വട്ടം അവൻ തിരിച്ചു പറയുന്നുണ്ട്. പിന്നെ പട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ പിറകെ പോകുന്നുണ്ട്. റൈറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഷാനവാസ് ആണ് അവിടെ യഥാർത്ഥത്തിലുള്ള വിഷയം. ജയിൽ നോമിനേഷനിൽ ഒരു അടുത്ത ആളെ പറയണല്ലോ, ഒരാളെ നമ്മൾ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, റിണമോൾ. കൂടെ ആര് പോകും? ഷാനുക്ക പോകും. അപ്പം ഷാനുക്ക പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ഈച്ച് ആൻഡ് എവറി വൺ എന്തൊക്കെ പറഞ്ഞു എന്ന് കേൾക്കണ്ടേ? നല്ല രസമുള്ള സാധനമാണ്, കേൾക്കാൻ താല്പര്യമുള്ളവരിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാം. ആൻഡ് ഇതൊരു വലിയ ലെങ്തി വീഡിയോ ആയിരിക്കാനാണ് ചാൻസ്. ഐ ഹോപ്പ് സോ. ഞാൻ 2 ദിവസമായിട്ട് ഒരുമാതിരി സംസാരിക്കുന്നു എന്ന് എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, റിയാസിൻ്റെ ജ്വരം പിടിച്ചതാണ്. സായിപ്പിൻ്റെ മോൻ്റെ ജ്വരം കയറി പിടിച്ച് കേട്ടോ, ഒരു രക്ഷയില്ല. വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനിയിപ്പം ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് ദിവസം വേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പം ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് മേരി ആദില ചേച്ചിയുടെ കുൽസിതങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തുടക്കം ഇത്രയേ ഉള്ളൂ. ഞാൻ കണ്ടു തുടങ്ങിയിടണോട്ടാണ്. നെവീൻ വിഷയം അവിടെ കത്തി പടരുകയാണ്. നെവീൻ എന്ന വ്യക്തി സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ നെവീൻ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. ഷാനവാസിന് തെറ്റിദ്ധാരണയാണുള്ളത്. ഷാനവാസ് വിചാരിക്കുന്നത് നെവീൻ എന്ന വ്യക്തി ഷാനവാസിൻ്റെ അടുത്താണ് ഇതുപോലൊരു സെക്ഷൽ രീതിയിൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ ബോഡി പാർട്ടിലൊക്കെ കൈവയ്ക്കുക എന്നുള്ളത്. അതാണ് ഷാനവാസ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നെവീൻ അവിടെ എല്ലാവരും പിടിച്ചിട്ടുണ്ട്, ഒരാളും ഇല്ല. ഇന്ന് അതാണ് എക്സ്പോസ് ആയത്. ഒരാളെ പോലെ നെവീൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം.
ആദ്യം തന്നെ പറയാം, നെവീന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി ആദില ഒരു ട്രൈ നടത്തുന്നുണ്ട്. അതായത് ആദിലയ്ക്ക് മനസ്സിലായി സീൻ കോൺട്രയാവും. സാറ്റർഡേ സൺഡേയിലേക്ക് ഷാനവാസ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മോഹൻലാലിന്റെ മുമ്പിലേക്കാണ്. അവിടെ എക്സ്പോസ് ആകാതിരിക്കാൻ അതിന് മുമ്പ് തന്നെ ഈ ഒരു വിഷയം ഒന്ന് പറഞ്ഞ് തന്റെ ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെയും ഒക്കെ വന്ന് റിയാസ് വന്നപ്പോൾ റിയാസിന്റെ ഒപ്പം നിന്നുകൊണ്ട് ടാസ്ക് കളിക്കുകയായിരുന്നു എന്നാണ് ആദിലയുടെ ഭാഗമുള്ള ന്യായം. ആക്ച്വലി ഇതിലൊക്കെ മൗനമായിരിക്കുന്ന ഒരു പെണ്ണ് അവിടെയുണ്ട്, നൂറ. സത്യത്തിൽ അതൊരു പൊട്ടിയ, അതിന് കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ ഒരു വിഷയം ഇതിന് ശേഷം ഇരുന്നു കൊണ്ട് ഈ ഒരു സെഗ്മെന്റ് ഒക്കെ ഇരുന്ന് ആ പെങ്കൊച്ച് കാണുകയാണെങ്കിൽ അവൾക്കൊരു തിരിച്ചറിവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിലുണ്ടായാൽ ഉണ്ടായി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് അറിയാമോ? ആദില എന്നത് ഒരു കൊടും വിഷമാണെന്ന് തെളിവാണ് ഈ ഒരൊറ്റ ആഴ്ചത്തത് കണ്ടാൽ മാത്രം മതിയാവും. ആദില ഇത്രയും ദിവസം അവിടെ കാണിച്ച സർവത്ര കുനഷ്ടുകളും ഈ 2 ദിവസത്തെ എപ്പിസോഡുകളിൽ കൃത്യമായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അക്ബർ ഷാനവാസിന് എഗൻസ്റ്റ് ആയിട്ട് നവീന് വേണ്ടിയിട്ട് സംസാരിക്കണം. ഒനിൽ, അക്ബർ, അഭിലാഷ്, ലക്ഷ്മി ഇവരൊക്കെ നവീൻ സൈഡിലാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയ്ക്ക് നവീന്റെ ഒപ്പം നിന്നുകൊണ്ട് ഷാനവാസിനെ അടിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയായിട്ട് വെട്ടി ഇടുകയാണ് ഷാനവാസ് ഫുൾ ഫയർ മോഡിലാണ്, അടിച്ചിടുകയാണ് ഓരോരുത്തരായിട്ട്. അപ്പൊ ആദ്യത്തെ ആളാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില. ഈ നോമിനേഷൻ കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഷാനവാസ് ബിഹേവ് ചെയ്യുന്നുണ്ട്, സംസാരിക്കാൻ സമ്മതിക്കാതെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നു ജയിലിൽ നോമിനേഷൻ കഴിഞ്ഞു, എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് ഈ ഡിസ്കഷൻ നടത്താനായിട്ട് ആദില നിർബന്ധിക്കണം. ആദിലയ്ക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആരും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുറെ കുത്തിത്തിരിപ്പന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ബെന്നി ഇരിപ്പുണ്ട്, ജിസേൽ, ആര്യൻ, അക്ബർ ഇവരൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോവുകയാണ്. സ്പെഷ്യലി അനിമോൾ എഴുന്നേറ്റ് പോകുന്നത് ആദിലേക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുകയാണ്. അനിമോളെ വിരട്ടുന്നുണ്ട്. അനിമോൾ പറയും ഞാൻ നിന്നോണ്ട് കേട്ടോളാം, ഞാൻ അവിടെ ഇരിക്കുന്നില്ല എന്ന് പറയുന്നു. അതായത് അനിമോൾക്ക് അതിനകത്ത് താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കൊരു സംഭവം നടക്കുന്നത്, അക്ബറുമായി അനിമോൾ ഒരു ക്ലാഷ്. അക്ബറുമായിട്ടല്ല, അഭിലാഷിന്റെ കേസാണ്. അഭിലാഷ് വന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. അതിൽ പിന്നെ അനുമോളെ പറ്റി അഭിലാഷ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഇങ്ങനെയാണ്, നിലപാടില്ല എന്ന്. അപ്പം തന്നെ അനുമോള് തിരിച്ചു പറയും, അത് ഞാൻ നിന്നെ മാത്രമല്ല ഞാൻ വേറൊരാളെയും കൂടെ നോമിനേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ നോമിനേഷൻ ഇതായിരുന്നു എന്ന് പറയുമ്പോൾ ആ നിലപാടില്ലായ്മ അവിടെ വ്യക്തമാവുകയാണ്. അനുമോളെ എക്സ്പോസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആള് അതിനകത്ത് കിടന്ന് മെഴുകി വെളുത്ത് അവിടെ കയറി കുത്തിയിരിപ്പുണ്ട്. ഏതായാലും അനിമോൾ ആവശ്യമില്ലാതെ ഇതിനകത്തൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു വിഷയത്തിൽ തലയിട്ടാൽ ഇപ്പൊ ഇവരൊക്കെ നേരിടുന്ന അതേ പ്രശ്നം അനിമോൾക്ക് നേരിടേണ്ടി വരും. അനിമോൾക്ക് അത് ഓവർകം ചെയ്യാൻ അറിയില്ല. കാരണം അത്രയും സാധാരണയാണ് ആ കുട്ടി, സാധാരണക്കാരിയായ ഒരു കുട്ടിയാണ്. അപ്പൊ അതിനെ കൊണ്ട് പറ്റൂല അത്. അപ്പൊ അത് മിണ്ടാതിരിക്കുന്നതാണ്. ലക്ഷ്മിയെ പോലെയോ പിന്നെ ഷാനവാസിനെ പോലെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ അവളെ കൊണ്ട് ഒക്കത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ കാരണം അവർ വന്ന ജീവിത സാഹചര്യം, അവർ നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്ന ഇതിനകത്തുനിന്ന് അനുമോള് മാറിയിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ആ ഒരു സംഭാഷണം അവിടെ എങ്ങനെ പൊങ്ങുകയാണ്. നെവീൻ വിചാരിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദില സംസാരിച്ചു കഴിഞ്ഞാൽ ആദിലയുടെ ഭാഗത്തു നിന്നുള്ള ആദിലയുടെ ഒരു കൺഫെഷൻ ഉണ്ടാവുമല്ലോ, ഞാനിങ്ങനെ ഒരു മിസ്റ്റേക്കാണ് പറഞ്ഞത്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് ആദില പറഞ്ഞു കഴിഞ്ഞാൽ നെവീൻ സേവ് ആകുമെന്നൊരു തോന്നൽ നെവീനുണ്ട്. ആക്ച്വലി അങ്ങനെ സേവ് ആകത്തില്ല എന്നുള്ളത് ഇന്നത്തതിൽ തെളിഞ്ഞു. അതായത് ഇത്രയേ ഉള്ളൂ വിഷയം. ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൽ ഞാൻ പെർഫോം ചെയ്തതാണെന്ന് ഷാനവാസിനോടും നെവീൻ എനിക്ക് അങ്ങനെ ഒരു വാക്ക്, അതായത് ആദില പറഞ്ഞ വാക്ക് ഇതാണ്, മല്ലിയില എടുത്തു കൊണ്ടുപോയിരുന്ന് കഴിക്കുന്ന നെവീനുമായിട്ട് ഷാനവാസ് അടിയുണ്ടാക്കുന്നു. ആ അടിക്കിടയിലേക്ക് വന്ന് കയറുന്നത് ആദിലയും നൂറയാണ്. അവർ ഷാനവാസിന് ഫേവർ ചെയ്ത് പറയുമ്പോൾ ആദില പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നീ ചീപ്പ് കാർഡ് ഇറക്കരുത് എന്ന്. അതായത് ആദിലയ്ക്ക് ഒരു കാരണവശാലും നെവീൻ ട്രാൻസ് കാർഡ് ഇറക്കുന്നതിനോട് താല്പര്യമില്ല. അതാണ് അവിടെ ആദില പറഞ്ഞത്. അത് മാത്രമല്ല, തുടർന്നും ആദില അത് പറയുന്നുണ്ട്, എല്ലാ സമയത്തും പ്രോഗ്രസീവ് ചോട്ട് ഇവിടെ വില പോകത്തില്ല എന്ന് ആദിലയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആദില അവിടെ ഉള്ള ഓരോ വ്യക്തികളെടുത്തും പോയി നെവീൻ എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓരോ വ്യക്തികളും വന്ന് പറയുമ്പോൾ ആദില പൊളിഞ്ഞു പോവുകയാണ്. അപ്പം ഈ വിഷയമാണ്. അപ്പം നെവീൻ അത് അറിയുന്നില്ല. ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഡിസ്കഷൻ അവിടെ നടക്കുന്ന കാര്യം നെവീൻ അറിയത്തില്ല. ആദിലയോടാണ് ഷാനവാസ് ആദ്യം വന്ന് പറയുന്നതും എനിക്ക് അവൻ എൻ്റെ ഒപ്പം കിടക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്, അവനെ മാറ്റി കിടത്തണം എന്നുള്ളത് പറയുന്നതും. ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ കൂടെ കണ്ടതാണ്. മോഹൻലാൽ ഇതൊന്നും കാണത്തില്ല. കാരണം മോഹൻലാൽ പറയും അതൊക്കെ അങ്ങനെയൊന്നുമല്ല, വേണമെങ്കിൽ ഷാനവാസിനെ ഔട്ടാക്കുകയും ചെയ്യും. പക്ഷെ ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്.
അപ്പോൾ ആദിലയ്ക്കും നൂറ ഒരു ചുമ്മാ നേടൽ മാതിരി ആദിലയുടെ പുറകെ നടക്കുന്നതല്ല, നൂറയ്ക്ക് ഇതിനകത്ത് കമന്റ് ഒന്നുമില്ല. പക്ഷെ ആദില ഇത് വളരെ ക്രൂക്കഡായിട്ട് എടുക്കുന്നുണ്ട്. അവിടെ ട്രാൻസ് ആയിട്ട് അവർ മാത്രമേ പാടുള്ളൂ. ആ ട്രാൻസിന് കിട്ടേണ്ട അറ്റൻഷൻ മുഴുവൻ കിട്ടുകയും അവർക്ക് ഫേവറായിട്ട് പൊതുസമൂഹം വരികയും വേണം. നൂറയെ കൊണ്ടുവന്നത് തട്ടിച്ചുകൊണ്ടാണെന്നും നൂറയ്ക്ക് അങ്ങനെ ഒരു സുഖേടില്ല എന്നും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നിടത്ത് ആദില പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പൊളിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടാനും അവർക്ക് ഫേവറായി കാര്യങ്ങൾ വരാനും വേണ്ടിയിട്ട് ആദില കളിക്കുന്ന ഒരു മാസ്റ്റർ ഗെയിം, ഒരു ഗെയിം മാത്രമാണ് ഈ ഒരു സാധനം. അതിനകത്തേക്ക് നവീൻ കുത്തി കയറുകയാണ്. അവൻ ആ കാർഡ് ഇറക്കുമോ എന്ന ഭയം കൊണ്ട് അവൻ ആ കാർഡ് ഇറക്കണ്ട എന്ന് പറഞ്ഞത് ആദിലയാണ്. അപ്പൊ അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി പറഞ്ഞതാണ്, എൻ്റെ നാക്ക് പിഴച്ച് പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കൂ നവീൻ എന്ന് പറയാനാണ് ഈ ഒരു സംഘത്തിനെ കൂട്ടിയിട്ട് അവിടെ നിൽക്കുന്നത്. ഈ കൂട്ടി എല്ലാരെയും കൂട്ടി ഇരുത്തി ഈ ഒരു കാര്യം പറഞ്ഞൊരു സോറി പറയാം എന്ന് വിചാരിക്കുന്നിടത്ത് ഷാനവാസ് അങ്ങ് പൊളിച്ചു കൊടുക്കുകയാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് നീയൊക്കെ എന്ന് പറയുന്നു. ഇതിൽ അക്ബർ ഇതുവരെ തെറ്റിദ്ധരിച്ചിരുന്നത് ഷാനവാസാണ് കുഴപ്പമെന്ന്. പക്ഷെ അക്ബറിന് ഇപ്പം മനസ്സിലായി ഷാനവാസ് അല്ല ആദിലയാണ് കുഴപ്പമെന്ന്. ജിസേലും ധരിച്ചിരുന്നത് അങ്ങനെയാണ്. ജിസേലിന് മനസ്സിലായി ഈ പറയുന്ന ആളല്ല ആദിലയാണ് പ്രശ്നമെന്ന്. ജിസേൽ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് ഓവറായി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ജിസേൽ അയാളെ ഒന്ന് ഇഴുത്താൻ നോക്കും. നിങ്ങളൊന്ന് നിർത്തൂ, ഇങ്ങനെയൊന്നും പറയല്ലേ, ഇതൊരു പ്രോഗ്രസീവ് മറ്റതാണ് മറിച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും ഷാനവാസ് പെർഫോം ചെയ്യും. ഞാൻ ഇത്രയും ദിവസം കണ്ടപ്പം ഷാനവാസ് ജിസേലിൻ്റെ കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണിൻ്റെ കൂടെ പോയിരുന്നു സംസാരിക്കുന്നല്ലോ ഈ മനുഷ്യന്ന്. പക്ഷെ അത് കറക്റ്റായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഇതിനകത്ത് അയാൾ പറയുന്നുണ്ട്. ജിസേലിനോട് പറയുന്നത് ഇതാണ്, നിന്നോടും ഞാൻ നെവിന്റെ വിഷയം സംസാരിച്ചിരുന്നു, അപ്പോ നീയും പറഞ്ഞിരുന്നു ആര്യന് അങ്ങനെ അവൻ ബിഹേവ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്ന്. ആര്യനെ അങ്ങ് പിടിച്ചിട്ട് കൊടുത്തു. അപ്പോ ആര്യൻ നെട്ടാണ്, ജിസേൽ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആര്യൻ പറയുന്നുണ്ടെങ്കിലും ജിസേലിന് മനസ്സിലായി. അതോടെ ജിസേലും പോയി, ആര്യനും പോയി, ആദിലയും പോയി, എല്ലാത്തിനെയും കൂട്ടത്തോടെ അങ്ങ് കൊടുക്കുകയാണ്. അഭിലാഷം എന്ന് പറയുമ്പം അഭിലാഷിനും കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഇടയ്ക്ക് ഒനിയിലൊരു ഗെയിം കളിക്കുന്നുണ്ട്, പ്രോഗ്രസീവ് തോട്ട്. വന്ന് എല്ലാവരെയും അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് നോക്കും ഞാൻ കെട്ടിപ്പിടിച്ചു, നോക്കും ഞാൻ കെട്ടിപ്പിടിച്ചു. ആടാ നിന്റെ പ്രോഗ്രസീവ് തോട്ട് എന്നാണ് വല്ല പെണ്ണുങ്ങളുടെ ഇടുപ്പിൽ കൈവയ്ക്കുന്നത്, അതാണ് നിന്റെ പ്രോഗ്രസീവ് തോട്ട്. ഒന്നിൽ ഞാൻ വേറെ തരുന്നുണ്ടേ, അത് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല, നിനക്ക് ഞാൻ വേറെ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ ഈച്ച് ആൻഡ് എവരി വൺ എക്സ്പോസ്ഡ് വെൽ. ഇതിനകത്ത് ഒരേ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പറയുന്നുണ്ട്, നീ എൻ്റെ സുഹൃത്താണെന്നുള്ള 90% വരെ ഓക്കെ ആയി. 10% മോഹൻലാലിന്റെ മുമ്പിൽ നീ ഇത് ഉറപ്പിച്ച് പറയുമെങ്കിൽ നീ ആജീവാനന്ദകാലം എൻ്റെ സുഹൃത്തായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഷാനവാസ് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനീഷിന്റെ സുഹൃത്താവുക എന്നുള്ളത്. ശരി, എനിക്കൊരു തോന്നുന്നു ഒരുപക്ഷെ ബിഗ് ബോസ് കപ്പിനേക്കാൾ കൂടുതൽ അനീഷിന്റെ സൗഹൃദത്തിനാണ് ഷാനവാസ് വാല്യൂ വെക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏകദേശം സംഗതി ഇന്നത്തതോടെ ആദില പൊളിഞ്ഞു. പക്ഷെ ഇത് മനസ്സിലാക്കാതെ ആദിലയ്ക്ക് വേണ്ടി വായ്ത്താളം പറയുകയാണ് ലക്ഷ്മി. പക്ഷെ ജിസേൽ വന്ന് പറയുന്നുണ്ട് ആദിലയുടെ അടുത്ത്, നീ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് തന്നെ പറഞ്ഞു, നീ എന്തിനത് പറഞ്ഞു, കാർഡ് ഇറക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് നീ എന്തിന് പറഞ്ഞു എന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്, അക്ബർ ചോദിക്കുന്നുണ്ട്, എവരിവൺ ചോദിക്കുന്നുണ്ട്. നവീൻ ഇതിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് നവീന് മനസ്സിലായി പൊളിഞ്ഞെന്ന്, ആദില പൊളിഞ്ഞു എന്ന് മനസ്സിലായി. അപ്പൊ ആദിലെ കൊണ്ട് മാപ്പ് പറയിച്ചു കഴിഞ്ഞാൽ തനിക്ക് അവിടെ ഒരു സിമ്പതി കാർഡ് ഇറക്കാം എന്നുള്ള ഒരു ഫാമിലി എഴുന്നേറ്റ് നിന്നിട്ട് ഇത് പറയാനായിട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ നവീൻ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ആദില എന്നോട് ക്ഷമ പറഞ്ഞ ആ ഒരു ടോണാണ് നവീൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് വർക്കൗട്ട് ആകത്തില്ല. പക്ഷെ ഒരു കാര്യം പറയും, കുറ്റം പറഞ്ഞു എന്നതിനപ്പുറം അത് തെളിയിക്കാൻ ഷാനവാസിന് സാധിക്കാത്തിടത്തോളം ഞാൻ കുറ്റവിമുക്തനാണ് എന്നാണ് നവീൻ പറയുന്നത്. ആ ഒരൊറ്റ പോയിന്റിൽ അനീഷ് കയറി പിടിക്കും. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, നിന്നെ ഇതുവരെ എനിക്കൊരു സിമ്പതി ഉണ്ടായിരുന്നു, അതിതാ ഇപ്പൊ തീർന്നു, നീ വെറും വൃത്തികെട്ടവനാണ് എന്ന് പറയും. കാരണം അനീഷിന് അവന്റെ ആ പോയിന്റിൽ തന്നെ കാര്യം മനസ്സിലാകുന്നു. ഞാൻ കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റാത്തടുത്ത് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെ സ്ഥാപിക്കപ്പെടും എന്ന് പറയുന്നിടത്ത് അത് കറക്റ്റാണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു സംഭവം നടന്നിട്ടുണ്ട്. ജിസേലും ആര്യനും തമ്മിലുള്ള ഒരു സംഗതി അതിനകത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കുറ്റവിമുക്തി അനുമോൾ കുഴപ്പക്കാരിയാണെന്നാണോ? ഒരിക്കലുമില്ല. പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ ഇത് കാണുന്നുണ്ടേ, അപ്പൊ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇതിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത്. ഇപ്പൊ ഏകദേശം പൊളിഞ്ഞ് പാളീസായി. ലാസ്റ്റ് മിനിറ്റിൽ നൂറ സംസാരിക്കുന്നു. നൂറ കൺഫ്യൂസ്ഡ് ആണ്, എന്താ നടക്കുന്നത്, എന്താ മനസ്സിലാവുന്നില്ല എന്ന്. ടാസ്കിൽ അവളും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നാണ് നൂറ തെറ്റിദ്ധരിച്ചത്. നൂറ ഇനി ഇത് ഒന്നും കൂടി എടുത്തു വെച്ച് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. 45 വയസ്സുള്ള ബാക്ക്വേർഡ് ചിന്താഗതിയുള്ള ഒരാളാണ് എന്ന് അക്ബറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിനക്ക് എത്ര വയസ്സുണ്ടാ പൊടിച്ചേർക്ക? 28 വയസ്സോ അതോ 15 വയസ്സോ 10 വയസ്സോ? എന്താടാ ബാക്ക്വേർഡ് ചിന്താഗതി? നിന്റെ ഉമ്മാക്കാണോടാ ബാക്ക്വേർഡ് ചിന്താഗതി? അക്ബർ എന്ന് പറയുന്ന
വെറും തീട്ടത്തിൽ കൃമിയായ അവന്റെ ഉമ്മാക്കാണ് ആ ബാക്ക് പിടിച്ച്. നീ ആദ്യം നിന്റെ ഉമ്മായി തിരുത്തടാ. നിന്റെ ഉമ്മച്ചിയല്ലേ ആദ്യമായിട്ട് ഈ ഒരു തീപ്പൊരി അതിനകത്ത് കൊണ്ടിട്ട് കൊടുത്തത്. നിന്റെ ഉമ്മച്ചി പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവർ ആ ഒരു ഡിസ്കഷൻ പോലും നടത്തുന്നത്. ഇതിനു മുമ്പ് അവിടെ ട്രാൻസ് ഒരുപാട് പേര് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 45 വയസ്സ് കഴിഞ്ഞ കൃമിയായ ബാക്ക്വേർഡ് ചിന്താധാരയുള്ള അക്ബറിന്റെ തള്ളയ്ക്കാണ് ഏറ്റവും വലിയ കുഴപ്പം. അക്ബറിന്റെ തള്ളച്ചിക്കാണ് ഭ്രാന്ത്. മനസ്സിലായോ? വേറെ ആർക്കും ആ ഭ്രാന്തില്ല. കാരണം ഇതിനു മുമ്പ് ഒരുപാട് പേര് അതുപോലെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവരെ ആരെയും നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇതിൽ പൂർണ്ണമായും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവരാണ് ഇവരെന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു ഇത്. ആദിലയെ കൊണ്ട് നൂറയ്ക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതമാണ്. അത് അവൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല, പോകെ പോകെ അവൾക്ക് മനസ്സിലാകും. അന്ന് അവള് തന്നെ വന്ന് പറഞ്ഞോളും. നിങ്ങൾ കാത്തിരുന്നോളൂ, അതങ്ങനെ സംഭവിക്കുള്ളൂ. അവൾക്ക് ആദിലെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ആദിലെ ഏറ്റവും വലിയ വിഷമാണ്. ആദില മനഃപൂർവ്വം നൂറയെ ഈ ഒരു ട്രാപ്പിൽ പിടുത്തിക്കൊണ്ട് നടക്കുകയാണ്. സ്വന്തം പെറ്റ തള്ളയ്ക്കോ സഹോദരങ്ങൾക്കോ ഇല്ലാത്ത വാല്യൂ എവിടുന്നോ വന്ന ഒരു പെണ്ണിന് നൂറ കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ ഫാമിലി എന്തെന്ന് അറിഞ്ഞിട്ടില്ല, കുടുംബം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ജന്മം തന്ന മാതാവിനെയും പിതാവിനെയും കരയിപ്പിച്ചുകൊണ്ടല്ല ഈ പ്രോഗ്രസീവ് തോട്ട് കൊണ്ടുവരേണ്ടത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ മൗനമായി ഇരിക്കുക. എനിക്ക് മറ്റൊരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് അവരാരും നിന്നെ പിടിച്ച് തിന്നില്ല. ആ ഉമ്മ എത്ര വിഷമിക്കുന്നുണ്ടാവും നിന്നെ ഓർത്തിട്ട്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പൊ ആദില അത്രത്തോളം ക്രിമിനൽ ആണെന്ന് അതിന്റെ ഒരു ഇത് പറഞ്ഞതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, പെണ്ണുങ്ങളോടാണ് ആകർഷണം തോന്നുന്നതെന്ന് പറഞ്ഞു. ആദിലയെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞാൽ എന്താ തെറ്റ്? ആദിലയെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ വീട്ടിലുള്ള അവളുടെ സഹോദരി അവൾ വളച്ചോണ്ട് പോകില്ലെന്ന് എന്താ ഉറപ്പ്? അത് കറക്റ്റല്ലേ പറയണത്? അതെന്താ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കണ്ടേ? ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്തരം ചിന്താധാരയുള്ളവരെ കിട്ടാനൊക്കത്തില്ല. ഇനി സ്ത്രൈണതയുള്ള ഒരു പുരുഷനാണെന്നും എൻ്റെ ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്യേണ്ട കാര്യമില്ലെന്നും ഞാനൊരു ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളല്ലെന്നും ഞാൻ പുരുഷന്മാർ സ്ത്രൈണതയോട് കൂടി ജനിക്കുന്ന പുരുഷന്മാരുടെ പ്രതിനിധിയാണെന്നും പറയുന്ന നെവീനെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് കൂടെ നിർത്താൻ പറ്റുക? അയാളൊരു പുരുഷനല്ലേ, സ്ത്രൈണത ഉണ്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണ് സ്ത്രീകൾക്കിടയിൽ കിടന്ന് ഞൊളയുന്നവൻ. അതെന്ത് അടിസ്ഥാനത്തിലാണ്? താല്പര്യമില്ലെന്നേ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ടച്ച് ഞങ്ങളുടെ ദേഹത്ത് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ സെക്ഷുവൽ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് നോക്കുന്ന ഒരു വിഭാഗം ജനമുണ്ട്. അവരിലേക്ക് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവര് ആണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ആണുങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവരെ സെക്സിന് വേണ്ടിയിട്ട് ഇവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ ആ ഫീലിംഗ് തന്നെയാണ് ഓരോ പെൺകുട്ടിയും ആണുങ്ങളാൽ അനുഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായില്ലല്ലേ? നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്ന പൂവാലന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ സെക്സിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ട്രാൻസ് വിഭാഗക്കാരെ പോലെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ തോന്നുക. ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങളെ ആ രീതിയിൽ നോക്കുമ്പോൾ എന്നതാണ് ചുരുക്കം. അപ്പൊ ആകെ മൊത്തം പൊളിഞ്ഞ് പാളീസായി തൊലിഞ്ഞ് അയ്യോ ഒന്നും പറയണ്ട, മൂഞ്ചി തെറ്റി അവിടെ ഇരിപ്പുണ്ട് എല്ലാം. എന്തായാലും കൊള്ളാം. പിന്നെ അനുമോള് നെവീനെതിരെ നന്നായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞതിനകത്ത് പിന്നെ അനുമോള് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നോടും വന്ന് ആദില ചോദിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതെ, അനുമോൾ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കാറുണ്ടോ, നെവീൻ അങ്ങനെ മിസ്ബിഹേവിയർ ചെയ്യാറുണ്ടോ എന്ന് അനുമോളെടുത്ത് ആദില ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോളെടുത്തും ആദില ചോദിച്ചിട്ടുണ്ട്. അനുമോളും പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ അധികം ഇൻറ്റിമേറ്റായി എൻ്റെ അടുത്ത് പെരുമാറുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് മാത്രമല്ല, അവിടെ അനുമോൾക്കും അനുഭവമുണ്ട്. ഇതെല്ലാം പൊട്ട്. പ്രവീണും ഉണ്ട് കൂട്ടത്തില്. അതാണ് കോമഡി. പോയ പ്രവീണിന് വരെ നെവീനിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നെവീൻ അവിടെ ശല്യം ചെയ്ത ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ തന്നെ എത്ര പേരായി? ആദില ഒന്നായി. ആദില പറഞ്ഞതാണ് ആദ്യത്തെ കംപ്ലൈൻറ്റ്. ആദിലയാണ് ആദ്യം കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കിടയിലേക്ക് നെവീൻ കയറി കിടന്നത്, എന്നെ ബാഡ് ടച്ച് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആദിലയാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് ഷാനവാസ് പറയണു, പ്രവീൺ പറഞ്ഞെന്ന് പറയണു, അനു പറയുന്നുണ്ട്, ഓക്കെ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നുണ്ട്, ആര്യൻ പറഞ്ഞു എന്ന് പറഞ്ഞു. 4 പേരായോ? ഓൾറെഡി 4 പേരായി. എന്നാലും മോഹൻലാൽ പറയും നെവീൻ അല്ല കുഴപ്പം, നമുക്കൊക്കെ പ്രോഗ്രസീവ് തോട്ടില്ലാത്തത് കൊണ്ട് 45 വയസ്സായത് കൊണ്ടാണോ എന്ന് പറയും. എക്സാക്ട്ലി 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രസീവ് തോട്ടില്ല, പിന്നെ എല്ലാം ബാക്ക്വേർഡ് തോട്ടാ വരിക. അപ്പൊ 4 പേരായേ. ഈ സമയത്താണ് അനുവിനെ ഒന്ന് ഇടിച്ചിടാൻ വേണ്ടിയിട്ട് ബിന്നി ചേച്ചി എഴുന്നേറ്റ് കുത്തിത്തിരിപ്പ് നാറാണി ഓടി വരികയാണ്. ബിന്നി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അതില അനുമോളോട് മാത്രമല്ല എന്നോടും ചോദിച്ചിട്ടുണ്ട്, അതൊരു കുഴപ്പമൊന്നും അല്ല എന്ന് അതുകൊണ്ട് വരുത്തി തീർക്കാൻ വന്നതാണ്. അപ്പൊ നീ എന്തു പറഞ്ഞു? അടുത്ത ഷാനവാസിന്റെ ചോദ്യമാണ്, നീ എന്തു പറഞ്ഞു? അപ്പൊ അവളും പറയും, അല്ല എനിക്ക് അയാൾ അങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക എനിക്ക് ഇഷ്ടമില്ല.
ബിന്നിക്കും ഉണ്ടായി എന്നാണ് അർത്ഥം. അതായത് അവിടെ ബിന്നിക്കും അതേ സെയിം പ്രോബ്ലം നെവീനിൽ നിന്നുണ്ടായി എന്നാണ് ചുരുക്കം. അപ്പൊ എത്ര പേരായി? ഇപ്പൊ തന്നെ 5-6 പേരായോ? ആകെ 20 പേരുള്ളതിൽ 6-7 പേർക്ക് നെവീനിൽ നിന്ന് സെയിം പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഷാനവാസിനെ കരുവാക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കാൻ ഇത്തരക്കാരെ നമുക്കിടയിൽ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു എപ്പിസോഡ്. നിങ്ങളിത് കാണുക തന്നെ വേണം. ഇന്നത്തെ രാത്രി ഇതെല്ലാം ഒന്നും കൂടെ അവർ വീണ്ടും റിപ്പീറ്റഡ്ലി ഇടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. ജിസയില് ജിസയിൽ ഓടി വന്നിട്ട് അങ്ങനെ പറയില്ല ഷാനവാസേ, അങ്ങനെയൊന്നും പറയില്ല നീയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, നീയാണ് ഏറ്റവും വലിയ നാറി എന്നുള്ളത് ഷാനവാസ് അങ്ങ് വെളിപ്പെടുത്തുകയാണ്. ഇതിൽ ലക്ഷ്മി എന്തിനാണ് കുതിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആറ്റിറ്റ്യൂഡൊക്കെ കൊള്ളാം, പക്ഷെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ അറാമ്പറപ്പാണെന്നേ ഞാൻ പറയുള്ളൂ. ലക്ഷ്മി കുതിച്ച് ചാടി അങ്ങോട്ട് ഷാനവാസിന്റെ തലയിൽ കയറണ്ട. ഇപ്പോൾ ഇന്നത്തതിൽ ഷാനവാസാണ് വിന്നർ. ഷാനവാസാണ് കൊണ്ടുപിടിച്ച് നിൽക്കുന്നത്. സെക്കൻഡ് ഇതിൽ നിൽക്കുന്നത് അനീഷ്. നിലപാടോടുകൂടി ശക്തമായി തനിക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞ ആരെതിർത്താലും ഒരു പിണ്ണാക്കുമില്ല എന്ന് സ്ട്രോങ് ആയി പറയുന്ന ഷാനവാസ് തന്നെയാണ് ഇത്തവണ ജയിച്ച് നിൽക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുണ്ട്. നമ്മുടെ പിന്നെ അഭിലാഷിന്റെ കേസ് സൂപ്പറാണ്, പിറകേ നടക്കുന്നുണ്ട്. ഏതായാലും ഷാനവാസ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ അഭിലാഷിന്, അതെനിക്ക് ഇക്ഷ പിടിച്ചു. ഒരാളെ പിറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേഷ്യം. ഞാനൊക്കെ തിരിച്ചു മാറി അടിച്ചു കളയും. എൻ്റെ പിറകെ നടന്നിട്ട് എൻ്റെ മുഖത്തിൻ്റെ നേരെ വന്നിട്ട് തുപ്പി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അഭിലാഷ് ചെയ്യുന്ന തോന്നിവാസം തന്നെയാണ്. എന്നിട്ട് പൊട പട്ടി എന്ന് ഇതായിട്ട് പറയുന്നുണ്ട് ഷാനവാസിനെ. അപ്പോൾ ഷാനവാസ് ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ പട്ടിയെ വിളിക്കുന്ന കണക്ക് വാ പട്ടി ബോൾ ഇട്ട് തരാം പിടിക്കി കളിക്കും, അത് ചെയ്തത് ശരിക്കും ഏറ്റു. അതായത് ഷാനവാസിന് അറിയാം ഹൗ ടു ഓവർകം, അതായത് ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ കളയാൻ അയാൾക്കറിയാം, എങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് അയാൾക്കറിയാം. അത് നന്നായിട്ട് കൊണ്ടു. ആ ലാസ്റ്റ് മിനിറ്റ് അതെല്ലാം തീർന്നു. ഒനിൽ വന്ന് കാണിച്ച ഡ്രാമ പട്ടി ഷോ ആയിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആകെ മൊത്തത്തിൽ ആദില എക്സ്പോസഡ് വെരി വെൽ. ആദില എന്നത് ഏറ്റവും ഈ സീസണിലെ കട്ടപ്പയെന്നല്ല പറയാം, പാഷാണത്തിൽ കൃമി എന്നോ അതിനേക്കാൾ മകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. ഓരോ വ്യക്തികളെയും ഓരോരുത്തരുടെ അടുത്തും പോയി നെവീനെ പറ്റി ചോദിച്ച് നെവീനെതിരെ കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് നമ്മളെ അത് കാണിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇതൊന്നും, നമ്മളെ ഇത് കാണിച്ചിട്ടില്ല ബിഗ് ബോസ്. പക്ഷേ ഇന്നത്തെ ഷോയിൽ ബിഗ് ബോസിന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഷാനവാസ് അത് മുഴുക്ക എക്സ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെ അടുത്ത്, അനുമോളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബിന്നി അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരുടെ അടുത്തും പോയി ആദില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, ആദിലയുടെ ഉള്ളിൽ ഇതാണ് പ്രശ്നം. ട്രാൻസ് കാർഡ് അവിടെ അവർക്ക് മാത്രം മതി, വേറെ പുറത്തുനിന്ന് ഒരാൾ അവിടെ കൊണ്ടുവന്ന് ആക്കണ്ട. നെവിൻ ട്രാൻസിലുള്ള ആളല്ല. നെവിൻ അത് പറഞ്ഞു, ഞാൻ ട്രാൻസ് അല്ല, എനിക്ക് സ്ത്രൈണത ഉണ്ടെന്നേ ഉള്ളൂ. ആ കാർഡ് നീ ഇവിടെ ഇറക്കരുത്. സിമ്പതി ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾ ജെന്യുവനാണ്, ഞങ്ങളെ ജനറലൈസ് ചെയ്യണം, ഞങ്ങളെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. സൗകര്യമില്ല, നിനക്കാണ് ഭ്രാന്ത്, ആദിലേക്കാണ് ഭ്രാന്ത്, നൂറയ്ക്കല്ല. നൂറയെ നീ പെടുത്തിയതാണ്, അത് കൃത്യമാണ്, വ്യക്തമാണ്, സ്പഷ്ടമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വേറൊരു വിഷയമായി വീണ്ടും വരാം. താങ്ക് യു.